കാസർഗോഡിൻ്റെ രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ മനുഷ്യനാണ്. ശരിക്കും മുസ്ലിം ലീഗിൻ്റെ നേതാവായിരുന്നു, വലിയ പ്രമുഖനായിരുന്നു. മാത്രമല്ല മുസ്ലിം ലീഗ് ലീഡർഷിപ്പിന് കാസർഗോഡിലേക്കുള്ള ഒരു ആക്സസ് പോയിൻ്റ് കൂടിയായിരുന്നു. അപ്പോൾ ഉപ്പാനെക്കുറിച്ചുള്ള ഓർമ്മകൾ എന്തൊക്കെയാണ്? അവിടുന്ന് തുടങ്ങാം നമുക്ക്. ഉപ്പാനെക്കുറിച്ചെന്ന് പറഞ്ഞാൽ എൻ്റെ പിതാവ് എന്ന് പറഞ്ഞാൽ കളക്ടർ അബ്ദുൽ ഖാദർ ഹാജി മുസ്ലിം ലീഗിൻ്റെ കണ്ണൂർ ജില്ലയായിരുന്നു അന്ന്. കാസർഗോഡ് ജില്ല രൂപീകൃതമാകുന്നതിന് മുമ്പ് കണ്ണൂർ ജില്ല മുസ്ലിം ലീഗ് ട്രഷററായിരുന്നു അദ്ദേഹം. കെ സാഹിബ് പ്രസിഡന്റും മഹമ്മൂദ് ഹാജി പി മഹമ്മൂദ് ഹാജി സെക്രട്ടറിയും എൻ്റെ പിതാവായ കളക്ടർ അബ്ദുൽ ഖാദർ ഹാജി ട്രഷററുമായ ഒരു കമ്മിറ്റി ആയിരുന്നു അന്ന് നിലവിലുണ്ടായിരുന്നു. അപ്പോൾ കാസർഗോഡിൻ്റെ മുഴുവൻ നിയന്ത്രണങ്ങളും എൻ്റെ പിതാവിലായിരുന്നു. കാസർഗോഡ് ഭാഗത്ത് വടക്കൻ മേഖല, അതായത് കാസർഗോഡ് താലൂക്കും കാഞ്ഞങ്ങാട് താലൂക്കും ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ മുസ്ലിം ലീഗ് വളർത്തുന്നതിലും അതിൻ്റെ നിയന്ത്രണങ്ങളും പിടിയിലായിരുന്നു. രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് പിന്നെ ഒരു 25 വർഷങ്ങൾക്ക് മുമ്പ് ഒരു തെരഞ്ഞെടുപ്പിൽ കൂടി, ആദ്യമായിട്ടൊരു തെരഞ്ഞെടുപ്പിൽ കൂടി ഒരു കമ്മിറ്റി വന്നത് ചെറുക്കൻ അബ്ദുള്ള സാഹിബ് പ്രസിഡന്റും MC കമറുദ്ദീൻ ജനറൽ സെക്രട്ടറിയുമായ ഒരു കമ്മിറ്റി നിലവിൽ വന്നു. ആ CT അഹമ്മദ് സാഹിബ് ട്രഷററുമായ കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിയിൽ വൈസ് പ്രസിഡന്റായി ഞാനുണ്ടായിരുന്നു. അങ്ങനെയാണ് നിങ്ങൾ കമ്മിറ്റിയിൽ ആദ്യമായിട്ട് വരുന്നത്? കമ്മിറ്റിയിൽ ആദ്യമായി 3 തവണ വൈസ് പ്രസിഡന്റായി, 3 തവണ തോന്നുന്നു വൈസ് പ്രസിഡന്റായും 1 തവണ ട്രഷററായും ഇപ്പം ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിലാണ്. ഇപ്പം നിങ്ങൾ ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റ്. ഇപ്പം നിങ്ങൾ വാപ്പാൻ്റെ ഒരു ലെഗസിയാണല്ലോ നിങ്ങൾ തുടരണത്, വാപ്പാൻ്റെ ഒരു ആ പേരിലാണല്ലോ. അപ്പോൾ വാപ്പാൻ്റെ രാഷ്ട്രീയ ഓർമ്മകൾ നിങ്ങളിപ്പോൾ പറഞ്ഞ നേരത്തെ ഇപ്പം നമ്മൾ ബോംബെ ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഈ വാപ്പ ഇവിടെ ഇപ്പം ബാഫക്കി തങ്ങൾ CH അവരൊരു കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെ നിയന്ത്രിച്ച ആളുകളായിരുന്നല്ലോ. അവരായിട്ടുള്ള ബന്ധം, അവരെന്തൊക്കെയാണ് കാര്യങ്ങളാണ് കാസർഗോഡിനെ വാപ്പ വഴി ചെയ്തത്, അത്തരം കാര്യങ്ങളൊന്ന് ഓർമ്മയെന്നെടുത്ത് പറയും. അപ്പോൾ ബാഫക്കി തങ്ങൾ ഷംനാട് സാഹിബ് പറയായിരുന്നു, ഉപ്പാൻ്റെ നിർബന്ധം കൊണ്ടാണ് ഞാൻ രാജ്യസഭ MP ആയത് എന്ന് ഷംനാട് എന്നോട് പറഞ്ഞു. ഷംനാട് അപ്പോൾ ആ രീതിയിൽ ആ ഭാഗത്തേക്കൊരു രാജ്യസഭ MP-നെ ലഭിക്കുകയും അതുവഴി ഉണ്ടാകുന്ന വികസന പ്രവർത്തനങ്ങൾക്കെല്ലാം ബാഫക്കി തങ്ങൾ ആണ് നിന്നത്. അതേപോലെ CH മുഹമ്മദ് സാഹിബ് അന്ന് റോഡുകളെല്ലാം ഇപ്പോഴത്തെ പോലെ മെക്കാഡം റോഡുകൾ ഉണ്ടായിരുന്നില്ല, എല്ലാം കൈകൊണ്ട് വറുത്ത് ഇടുന്ന റോഡാണ്. ആ റോഡെല്ലാം അന്ന് നിർമ്മിക്കുന്നതിലും CH പറഞ്ഞാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, CH വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടാകുന്ന സമയത്താണ് കാസർഗോഡ് ഭാഗങ്ങളിലെ മിക്ക ജമാഅത്തുകളും വിദ്യാഭ്യാസ ഹൈസ്കൂളുകൾ ആരംഭിച്ചത്. ജമാഅത്തുകൾ അതിൽ എൻ്റെ പിതാവ് ഒരു സുപ്രധാന പങ്ക് വഹിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതേപോലെ ഞങ്ങളുടെ നാട്ടിലൊരു ചന്ദ്രഗിരി ഗവൺമെൻറ് ഹൈസ്കൂള് സ്ഥാപിക്കുന്നതിലും മുൻകൈയെടുത്തത് ഉപ്പായിരുന്നു. എന്ന് പറഞ്ഞാൽ അതുവരെ ഈ കാസർഗോഡിനെ സംബന്ധിച്ച് ഇപ്പോഴും ഭയങ്കര പിന്നോക്കാവസ്ഥയാണല്ലോ, അവിടുത്തെ ഒരു വളരെ പിന്നോക്കാവസ്ഥ. അപ്പം അന്ന് ഈ ജമാഅത്തുകളോടൊക്കെ സ്കൂൾ തുടങ്ങാൻ പറയുക. ശമ്പളം ഗവൺമെൻറ് കൊടുക്കും. എയ്ഡഡ് സ്കൂളുകൾ പലതും ആരംഭിച്ച ആ കാലഘട്ടത്തിലാണ്. അത് പലരോടും ഇങ്ങനെ നിർബന്ധപൂർവ്വം പറഞ്ഞുകൊണ്ട് ഉപ്പാവും കൂടി കാഞ്ഞങ്ങാട് ഇക്ബാൽ ഹൈസ്കൂൾ, എൻ്റെ അമ്മാവനായിരുന്നു എൻ്റെ മാനേജർ. ആ ഇക്ബാൽ ഹൈസ്കൂളിൽ ഉപ്പാവും കൂടി ഒരു മുതൽ മുടക്കിയാണ് ആരംഭിച്ചത്. അത് പിന്നീട് ഇപ്പോൾ അത് കാഞ്ഞങ്ങാട് ജമാഅത്ത് യത്തീംഖാനക്ക് ദാനമായി കൊടുത്തു. പിന്നെ വേറെ സ്കൂളുകൾ ഏതാ അങ്ങനെ ഉള്ളത്? അല്ല, ഞങ്ങളുടെ നാട്ടിലെ ചന്ദ്രഗിരി ഗവൺമെൻറ് ഹൈസ്കൂൾ എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ തന്നെ വേണം നിർബന്ധത്തോട് കൂടി ആണ് ആരംഭിച്ചത്. അപ്പം CH പറഞ്ഞ് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ പൈസ ഇല്ല കെട്ടിട നിർമ്മാണത്തിനില്ല, അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിനുള്ള പൈസ ഗവൺമെൻറ്റിൻ്റെ കയ്യിലില്ല, ശമ്പളം ഗവൺമെൻറ് കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ കെട്ടിടം ഞാൻ കെട്ടിത്തരാന്ന് പറഞ്ഞു. ആദ്യത്തെ കെട്ടിടം കെട്ടിക്കൊടുത്ത് ഗവൺമെന്റിന്റെ ആൾക്കാർ ഇപ്പോഴും ഓർക്കുന്നുണ്ടോ? അവിടെ ഓർക്കുന്നുണ്ട്. എൻ്റെ ഉപ്പാന്റെ പേരിലായിട്ടാണ് അത്? അല്ല, അപ്പൊ ഒന്നിനും പേരിട്ടില്ല. അല്ല, ശരി. അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്തു വെച്ചു. പിന്നെ ഈ ചന്ദ്രഗിരി പാലമായിട്ട് ബന്ധപ്പെട്ട ചന്ദ്രഗിരി പാലം അന്ന് തെക്കൽ വഴിയായിരുന്നു യാത്ര. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് തെക്കൽ വഴിയായിരുന്നു യാത്രയിലുണ്ടായിരുന്നു. കാരണം ഒരു കാസർഗോഡ് എത്തണമെങ്കിൽ ഏകദേശം 10-25 കിലോമീറ്ററോളം യാത്ര ചെയ്താൽ മാത്രമേ 20 കിലോമീറ്ററോളം യാത്ര ചെയ്താൽ മാത്രമേ കാസർഗോഡ് എത്താൻ സാധിക്കുമായിരുന്നുള്ളൂ. പിന്നെ അപ്പോൾ CH വരുമ്പോൾ എല്ലാ സമയത്തും പറയും ഇങ്ങനെ ഒരു പാലം നിർമ്മിച്ചാൽ കാസർഗോഡ് എത്തുന്നതിന് ഏകദേശം 4-5 കിലോമീറ്ററിൽ ഇവിടെ നിന്ന് കാസർഗോഡ് എത്താൻ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ അത്
എൻ്റെ പിതാവിൻ്റെ മരണശേഷം തിരിച്ച് ആ മരണ വീട് സന്ദർശിക്കാൻ പറ്റുന്ന ആ സമയത്താണ് പാലത്തിൻ്റെ തറക്കല്ലിടുന്നത്. അത്രയും വലിയ അടുപ്പായിരുന്നു. കാരണം ഞാൻ വലിയ അടുപ്പെന്ന് പറഞ്ഞാൽ സീച്ചിൻ്റെ മൂത്ത മകളുടെ കല്യാണത്തിന് എൻ്റെ ഉപ്പ ഉണ്ടായിരുന്നില്ല. അന്ന് വിദേശത്തൂടെ ആയതുകൊണ്ട് അദ്ദേഹത്തിന് പങ്കെടുക്കാൻ സാധിച്ചിരുന്നു. അന്ന് ഞാനും എൻ്റെ സഹോദരനും തിരുവനന്തപുരത്ത് ആ വേദിയിൽ, നിക്കാഹിൻ്റെ വേദിയിൽ ഉണ്ടായിരുന്ന ചെറിയ കുട്ടികൾ ഞങ്ങൾ 3 പേരായിരുന്നു. ഞാനും എൻ്റെ സഹോദരനും മുനീർ, ഇന്നത്തെ MK മുനീർ സാഹിബും ആ വേദിയിലുണ്ടായിരുന്നു കുട്ടികളായിട്ട്. ബാക്കിയെല്ലാം പിന്നെ പ്രമുഖരായ മന്ത്രിമാരും മറ്റും ബാഫി തങ്ങളായിരുന്നു നിക്കാഹിന് കാർമ്മികത്വം. അപ്പോൾ ആ തരത്തിലുള്ള പരിഗണന ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ അത്ര ബന്ധമുണ്ടായിരുന്നു. അത് ശരി. ബാഫയ്ക്ക് തങ്ങളെ കുറിച്ചുള്ള ഓർമ്മകൾ എന്താ? അങ്ങനെ വീട്ടിൽ വരികയൊക്കെ ചെയ്യുമ്പോൾ ബാഫിക്ക് തങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു. ഹജ്ജിന് പോകുമ്പോൾ ഇല്ലെങ്കിൽ ഉംറയ്ക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ മറ്റ് യാത്രകൾക്കെല്ലാം പോകുമ്പോൾ വീട്ടിൽ വന്നായിരുന്നു യാത്ര പോയിക്കൊണ്ടിരുന്നത്. അപ്പം എന്നോട് എൻ്റെ ബാഫി തങ്ങളെ മരണസമയത്ത് ഉപ്പ കൂടെ ഉണ്ടായിരുന്നു. മരണസമയത്ത് അങ്ങനെ മക്കത്ത്. അപ്പോൾ കൂടെ ഉണ്ടായിരുന്നു. ശരി. അവരൊരുമിച്ച് ഹജ്ജിന് പോയതായിരുന്നു. ആ ഗ്രൂപ്പിലുണ്ടായിരുന്നു. ശരി. അപ്പം മൂപ്പരെ ഓർമ്മകൾ എങ്ങനെ? അപ്പം ഒരു പെരുമാറ്റമൊക്കെ എങ്ങനെയായിരുന്നു? നിങ്ങൾ ചെറിയ മക്കളാണല്ലോ. തങ്ങൾ വരുമ്പോൾ ഒരു വാച്ച് ഞങ്ങൾ കുറേ കാലം ഉപയോഗിച്ചുകൊണ്ടിരുന്നു. വേണ്ടി പ്രധാനപ്പെട്ട വിവരമാണല്ലോ നിങ്ങൾക്ക് തങ്ങൾ തന്ന വാച്ചായിരുന്നു. അങ്ങനെ പലതും കൊണ്ടുവരും. എന്തെങ്കിലും ഇങ്ങനെ കൊണ്ടുവന്ന് കയ്യിൽ കിട്ടും. ഞാൻ വാച്ച് ഉപയോഗിക്കില്ല. എന്നിരുന്നാലും ആ വാച്ച് കുറേ കാലം സൂക്ഷിച്ചിരുന്നു. തങ്ങൾ ഞങ്ങളോടും വലിയ കാര്യമായിരുന്നു വാഫി തങ്ങൾക്ക്. ഞങ്ങളുടെ കുട്ടികൾ കുടുംബങ്ങളായിട്ട് ബന്ധമുണ്ട് അപ്പം ഉണ്ടായിരുന്നു. മുഹമ്മദ് വാഫിക്ക് എന്ന് പറഞ്ഞു, മറ്റ് ഹംസ വാഫിക്ക്, അവരെല്ലാം മരിച്ചുപോയി. പുതിയ തലമുറയായിട്ടൊന്നും. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പം നിങ്ങൾ ലീഗിലേക്ക് വന്നല്ലോ. അതിന് ശേഷം കാസർഗോഡ് ഇപ്പം അതിൻ്റെ ഇടയിൽ ചോദിക്കേണ്ട ഒരു ചോദ്യം, അപ്പോൾ ആ കാലഘട്ടത്തിൽ ഇപ്പോൾ 1980-കൾക്ക് ശേഷം മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ വലിയൊരു ഡിവൈഡ് ഉണ്ടായല്ലോ. AP പ്രശ്നം, അതിൽ ലീഗ് ഒരു വശത്തും AP വിഭാഗം ഒരു വശത്തും ഉണ്ട്. പക്ഷെ ഉപ്പല്ലേ സാദിയക്ക് സ്ഥലം കൊടുത്തത്? സാദിയ ആരംഭിച്ചത് ഉപ്പായിരുന്നു. സാദിയ ആരംഭിച്ചത് ഞങ്ങളുടെ നാട്ടിലെ ഒരു CM ഉസ്താദ്, സമസ്ത വൈസ് പ്രസിഡന്റ് ആയിരുന്ന CM ഉസ്താദ് പഠനം കഴിഞ്ഞ് വന്ന് എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ പിതാവ് ആ നാട്ടിലെ ഖാദിയായിരുന്നു. CM ഉസ്താദ്. അപ്പോൾ ഇങ്ങനെ ഒരു സമന്വയ വിദ്യാഭ്യാസം എന്ന ആശയം കൊണ്ടുവന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹമായിരുന്നു. കാസർഗോഡില്ലെന്നല്ല, കേരളത്തിൽ തന്നെ ആദ്യമായി കൊണ്ടുവന്ന അദ്ദേഹമായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഇത് ഭൗതിക വിദ്യാഭ്യാസത്തോടൊപ്പം ദീന വിദ്യാഭ്യാസവും കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു സമന്വയ വിദ്യാഭ്യാസം സിലബസ് ഉണ്ടാക്കി സാധ്യ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ആശയം ഇങ്ങനെ പറഞ്ഞിട്ടെടുക്കാന്ന് പറഞ്ഞപ്പം അപ്പോൾ ആശയപരമായ വ്യതിയാനങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ഏറ്റെടുത്ത് നടത്താൻ തുടങ്ങി. CM ഉസ്താദ് പ്രിൻസിപ്പൾ എന്തായിട്ട് എനിക്കറിയില്ല. ആലിയ കോളേജ് ഇന്നുണ്ട്. പിന്നെ അത് നടത്താൻ തുടങ്ങി. പിന്നീട് അത് ആശയപരമായ വ്യത്യാസത്തിൻ്റെ പേരിൽ അവർ അത് വിട്ട് വരികയും അപ്പോൾ ഇനി എന്തെങ്കിലും ഒരു സ്ഥാപനം തുടങ്ങണമെന്ന് പറയുമ്പോൾ ഇപ്പോൾ പറഞ്ഞ് എൻ്റെ വീടുണ്ട് പഴയ, ഞാൻ ഒഴിഞ്ഞു വന്ന ആ വീട്ടിൽ ഒരു 10 വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സൗകര്യം വേണമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് വേണ്ട ഭക്ഷണങ്ങളും താമസത്തിനുള്ള സൗകര്യങ്ങളും ഞാൻ ചെയ്തു തരാം. പിന്നെ അവർക്ക് ശമ്പളമൊന്നും ഞങ്ങൾക്ക് വേണ്ട. അവർക്കുള്ള ഭക്ഷണങ്ങളും ആ വിദ്യാർത്ഥി കുട്ടികൾക്കുള്ള ഭക്ഷണവും താമസ സൗകര്യം ഉണ്ടായാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ ആ വീട് വിട്ടുകൊടുത്ത് ഒരു 10 വർഷത്തോളം. അപ്പോഴത്തേക്ക് ഏകദേശം 100-ൽ കൂടുതൽ വിദ്യാർത്ഥികൾ ആയിരുന്നു. പിന്നെ അത് സൗകര്യം പോരാന്ന് പറഞ്ഞ് ദേളിയിൽ ഇപ്പോൾ ഇന്ന് ഉള്ള ആ സ്ഥലം വാങ്ങിക്കൊടുക്കുകയും അതിനി എന്നെ കൊണ്ട് ഇങ്ങനെ വലിയൊരു സ്ഥാപനമാക്കി മാറ്റണമെങ്കിൽ എന്നെ കൊണ്ട് ഒറ്റക്കാകുമ്പോൾ അത് സാധ്യമല്ല, നടപ്പിലായില്ല എന്ന തോന്നലുണ്ടായതുകൊണ്ട് സമസ്ത, അന്നത്തെ കണ്ണൂർ ജില്ല, അന്ന് കാസർഗോഡ് ജില്ല ആയിരുന്നില്ല, കണ്ണൂർ ജില്ലാ സമസ്ത, കണ്ണൂർ ജില്ലാ സമസ്ത കമ്മിറ്റിക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അന്ന് ആ സംസ്ഥയുടെ നേതാവായിരുന്ന MA അബ്ദുൽ ഖാദർ മുസ്ലിം അതിൻ്റെ മാനേജറായി ചുമതല ഏറ്റെടുത്ത് അദ്ദേഹത്തിൻ്റെ കീഴിലായിരുന്നു മറ്റ് പ്രവർത്തനങ്ങളെല്ലാം. ഇപ്പം മരിക്കുന്നതിന് മുമ്പ് തന്നെ 1-2 കെട്ടിടങ്ങളും പിന്നെ പള്ളിയെല്ലാം നിർമ്മിച്ച് കഴിഞ്ഞിരുന്നു. പിന്നീട് MA ഉസ്താദിന്റെ പ്രയത്നം മൂലമാണ് ഇന്നത്തെ നിലയിലേക്ക് എത്തിയത്. പിന്നെ എനിക്ക് തോന്നുന്നു അത് കേരളത്തിലെ തന്നെ ആദ്യത്തെ ഒരു സമന്വയ വിദ്യാഭ്യാസ സ്ഥാപനമാണ് എന്നാണ് തോന്നുന്നത്. ഇപ്പോൾ ലോ കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സാധ്യതയുണ്ട്. ലോ കോളേജ് ഇപ്രാവശ്യം ആരംഭിച്ചത്. അപ്പോൾ ഇപ്പം ഈ സാദിയ AP വിഭാഗത്തിന്റെ കയ്യിലാണല്ലോ അല്ലേ? അത് വിഭജന സമയത്ത് തന്നെ AP വിഭാഗത്തിന്റെ കയ്യിലായിരുന്നു. MA ഉസ്താദ് AP വിഭാഗത്തിന്റെ സമസ്ത മുഷാവറയിൽ ഉണ്ടായിരുന്നില്ല മുമ്പ്. സമസ്ത മുഷാവറയിൽ ഏൽപ്പിച്ചത് കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഏൽപ്പിക്കുകയും അദ്ദേഹത്തെ മാനേജറായി നിയമിക്കുകയും ചെയ്തു. പിന്നെ അപ്പോൾ ഈ പൊതുവെ കേരളത്തില് ലീഗ് AP സംഘർഷങ്ങളായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. അപ്പൊ അന്ന് നിങ്ങൾ ഏത് വശത്ത് നിന്നു? അല്ല, ഞാനൊരു വശത്തു നിന്നില്ല. കാരണം എന്താ പറഞ്ഞാൽ എൻ്റെ പിതാവിന്റെ ഖബർ അടക്കം ചെയ്തത് സാദിയയിലായിരുന്നു. അപ്പൊ അദ്ദേഹം ഈ സ്ഥലം ഭൂമി ദാനം ചെയ്യുമ്പോൾ അതിലൊരു 5 സെന്റ് സ്ഥലം എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി ഖബറായി നീക്കി വെച്ചിരുന്നു. അപ്പൊ അന്ന് ജില്ലാ കമ്മിറ്റിയിൽ ഞാൻ ആദ്യം ഉണ്ടായ ജില്ലാ കമ്മിറ്റി ചക്രവർത്തുള്ള സാഹിബ് നിങ്ങൾക്ക് അറിയുന്നല്ലോ, സ്വഭാവം എന്ന് പറഞ്ഞാൽ ഒരു അപ്പൊ ചെറുക്കളം എന്ന് പറഞ്ഞ് സാധ്യതയായി ആരും ബന്ധപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ബന്ധപ്പെടാതിരിക്കാൻ പറ്റില്ല, ഞാൻ ഇന്ന് മരിച്ചാൽ
നാളെ കൊണ്ടുപോയി വെക്കേണ്ടത് കവറിൻ്റെ ഉൾപ്പെടെ ഇതാ. അങ്ങനെ സർക്കിൾ എനിക്കൊരു എക്സംഷൻ തന്നു ആ കമ്മിറ്റി. ഇപ്പം അതൊക്കെ മാറിയോ? ഇപ്പൊ അതെല്ലാം മാറിയില്ല. എല്ലാവരും സ്നേഹസൗഹാർദ്ദം, എല്ലാ പരിപാടിക്കും എല്ലാവരും വരുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. തങ്ങളുടെ ഇപ്പോൾ മർക്കസിൽ പോകുന്നുണ്ടല്ലോ. അതെ വലിയൊരു മാറ്റം അല്ലേ പണ്ടത്തെ? മാറ്റം ഇപ്പോൾ. അതെ